നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ എം.എ. ഷഹനാസും തമ്മിലുള്ള പോര് കേരള രാഷ്ട്രീയത്തിൽ പുതിയ തലങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. തന്നെ വ്യക്തിഗത ചെയ്യാനും മോശക്കാരനായിട്ട് ചിത്രീകരിക്കാനും ഷഹനാസ് ബോധപൂർവം ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചതോടെയാണ് തർക്കം നിയമപോരാട്ടമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 3-ാം തീയതി ഷഹനാസ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി 10 കോടി രൂപയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നഷ്ടപരിഹാരമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക ലഭിക്കുകയാണെങ്കിൽ 100 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുക്കട കേസ് എന്ന് തന്നെ വെല്ലുവിളിച്ചവർക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകി തുടങ്ങിയതോടെ രാഹുൽ ആർമി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ്. രാഹുൽ അയച്ച നോട്ടീസിനോട് അങ്ങേയറ്റം പരിഹാസത്തോടെയാണ് ഷഹനാസ് പ്രതികരിച്ചത്. പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമ്പളകളെയാണ് താൻ എണ്ണുന്നത് എന്ന് ഫേസ്ബുക്കിൽ കുറിച്ച ഷഹനാസ് വ്യാജ ID വിവാദം മുതൽ തുടങ്ങിയ രാഹുലിൻ്റെ പ്രകടനം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണെന്നും പരിഹസിച്ചു. താൻ എവിടെയും ഒളിച്ചോടിയിട്ടില്ലെന്നും കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉണ്ടെന്നും വ്യക്തമാക്കിയ അവർ തന്റെ ചിത്രം കൂടി പങ്കുവെച്ചാണ് മറുപടി നൽകിയത്. രാഹുലിന്റെ നോട്ടീസ് കിട്ടിയതോടെ ഷഹനാസ് ഭയപ്പെട്ടുവെന്ന തരത്തിൽ ട്രോളുകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നുമാണ് ഷഹനാസ് നൽകുന്ന സൂചന. വാർത്താ സമ്മേളനത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഷഹനാസ് രാഹുലിനെതിരെ ഉയർത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലൊരു കോഴിയാണെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും താൻ സാരി ഉടുത്ത ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഫോട്ടോയ്ക്ക് രാഹുൽ മോശം സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തി. തന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് നിരന്തരം ശല്യം ചെയ്തിരുന്നതായിട്ടും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുപ്പിക്കാൻ ആവശ്യപ്പെട്ടത് രാഹുലാണെന്നും ഷഹനാസ് ആരോപിച്ചു. രാഹുലിനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച അവർ തൻ്റെ ഫോൺ പരിശോധനയ്ക്ക് നൽകാൻ തയ്യാറാണെന്നും രാഹുലിന് അതിനുള്ള ധൈര്യമുണ്ടോ എന്നും ചോദിച്ചു. വ്യക്തിപരമായിട്ടുള്ള ഈ ആരോപണങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തും വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട പീഡന പരാതികളിലും ആരോപണങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്. 2020 മുതൽ താൻ മോശക്കാരനാണെന്ന് ഷഹനാസിന് അറിയാമായിരുന്നുവെങ്കിൽ എന്തിനാണ് 2024 തന്നെ ദുബൈയിലേക്ക് ക്ഷണിച്ചതെന്ന് രാഹുൽ തിരിച്ചു ചോദിക്കുന്നു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇനി താൻ മൗനം പാലിക്കില്ലെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് കൃത്യമായ മറുപടി നൽകുമെന്നും രാഹുൽ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഷഹനാസിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതികൾ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധങ്ങളാണെന്ന് കോടതി നിരീക്ഷിച്ചാൽ അത് രാഹുലിന് അനുകൂലമായി തന്നെ മാറും. ഈ തർക്കങ്ങൾക്കിടയിൽ മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയുടെ ഇടപെടലുകളും ഇവിടെ വലിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട്. രാഹുലിനെതിരെ പരാതി നൽകിയ അതിജീവിതകളെ ലക്ഷ്മി പത്മ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനായിട്ട് ഉപയോഗിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. 3-ാം പരാതിക്കാരിയുടെ ഫോൺ സ്ക്രീൻഷോട്ടുകൾ ലക്ഷ്മി പങ്കുവച്ചത് അതിജീവിതയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന രീതിയിലായിപ്പോയി എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പീഡനം നടന്നുവെന്ന് പറയുന്ന തീയതിക്ക് ശേഷവും രാഹുലുമായി സൗഹൃദം പുലർത്തുന്നതിൻ്റെ രേഖകൾ പുറത്തു വന്നത് പരാതിക്കാരുടെ വാദങ്ങളെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്മി പത്മ പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതും അവർക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടി. നിലവിൽ കേരളത്തിലെ സൈബർ ഇടം രാഹുൽ അനുകൂലികളും ഷഹനാസ് ലക്ഷ്മി പത്മ അനുകൂലികളും തമ്മിലുള്ള യുദ്ധക്കളമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നിയമം കയ്യിലെടുത്താണ് തന്നെ വേട്ടയാടുന്നതെന്ന് രാഹുൽ ആരോപിക്കുമ്പോൾ രാഹുൽ സ്ത്രീകളെ മോശമായിട്ട് ഉപയോഗിക്കുന്നുവെന്നാണ് എതിർപക്ഷം വാദിക്കുന്നത്. ഷഹനാസിനെ കൂടാതെ റിനി എന്ന മറ്റൊരു യുവതിയും രാഹുലിനെതിരെ രംഗത്തുണ്ടായിരുന്നുവെങ്കിലും അഭിമുഖത്തിന് ശേഷം അവർ താൽക്കാലികമായി പിന്മാറിയ അവസ്ഥയിലാണ്. എന്നാൽ ഷഹനാസ് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പോരാട്ടം തുടരുമ്പോൾ കോടതി മുറിയിലായിരിക്കും ഈ ഒരു വിവാദത്തിൻ്റെ അന്തിമ വിധി തീരുമാനിക്കപ്പെടുക. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളും വെളിപ്പെടുത്തലുകളും ഈ വിഷയത്തിൽ ഉണ്ടായേക്കാം.